താങ്കൾ അന്തിക്രിസ്തുവാണല്ലോ. ബട്ട് ആന്റി ലൂസിഫർ എന്ന് തിരുത്തണം. ക്രൈസ്റ്റ് എന്ന് പറയണത് പ്രോപ്പർ നെയിം അല്ല, അത് കള്ളപ്പേര് പാപ്പാവായിട്ട് ആഡ് ചെയ്തതാ. ഗ്രീക്ക് ഭാഷയില ഒരു ഡിക്ഷണറി പദമാണത്, അതായത് ഒരു നാമമല്ല. ഇവന്റെ പേര് ജീസസ് എന്നാ. ജീസസ് ഇസ് ഈക്വൽ ടു ലൂസിഫർ. ആന്റി ക്രൈസ്റ്റ് ആന്റി ലൂസിഫർ. അപ്പൊ ഓക്കെ ഇല്ലേ? ആന്റി ലൂസിഫർ. ലിയോ പനക്കലിനെ സ്വയം അന്തിക്രിസ്തു എന്ന് പരിചയപ്പെടുത്തുന്നതിൽ വിമുഖതയില്ല. പക്ഷേ എപ്പോഴും അദ്ദേഹം തിരുത്ത് ആവശ്യപ്പെടുന്നു. താൻ ആന്റി ക്രൈസ്റ്റ് ആവുന്നത് ആന്റി ലൂസിഫർ ആവുന്നതുകൊണ്ടാണ്. ലൂസിഫർ അഥവാ ചെകുത്താൻ തന്നെയാണ് ക്രിസ്തുവായി ജന്മമെടുക്കുന്നത്. ദൈവത്തിനോടുള്ള ലൂസിഫറിന്റെ കലാപമാണ് മനുഷ്യനോടുള്ള സ്പർദ്ധയിലൂടെ നിറവേറ്റപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ക്രിസ്തീയമായ ദൈവസങ്കല്പവും വേദപുസ്തകവും പാപമോചനവുമെല്ലാം വ്യാജവും ചെകുത്താന്റെ സൃഷ്ടിയുമാണ്. ആദ്യം ഈവിളില്ല, ഓൾ ഗുഡ്നെസ് ആണ്. സ്വർഗലോകത്ത് ഈവിൾ തോട്ട് ഇല്ല. ഇതുണ്ടാവുന്നത് ലൂസിഫർ മുഖാന്തരമാണ്. അവരില് ഞാൻ യുധിഷ്ഠിരന് സംഭവിച്ച മാതിരി ഒരു ഈവിൾ തോട്ട് കയറി, അതോടെ പതിച്ചു പാതാളത്തിലേക്ക്. അവൻ ഹിസ്റ്ററിയിൽ കടന്നു വന്ന് മേരിയിൽ കൂടെ. അതിന്റെ ക്രിസ്ത്യാനികൾ അതിന് ഇൻകാർണേഷൻ എന്ന് പേരിട്ടിരിക്കുക. പൈശാച വിവാഹം. വൈ? അവന് പൊക്കിളില്ല. ഉദയംപേരൂർ സുനോദോസില് ഇവന്റെ ബോഡി സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് സുനോദോസാണ്, അത് റെസൊല്യൂഷനാണ്. അതില് മേരി ഇവനെ ഇജക്ട് ചെയ്തതാണ്, അല്ലാതെ പ്രസവിച്ചതല്ല. പ്ലസ് ഇതില്ല. ഇതാണ് ഇവന്റെ പഴയ പിക്ചേഴ്സിലൊക്കെ ഈ ഭാഗം മൂടി വെച്ചിരിക്കുക. പൊക്കിളില്ലെങ്കിൽ മനുഷ്യനാവൂല. അപ്പൊ സാർ പറയുന്നത് ഈ ലൂസിഫർ ക്രിസ്തുവായിട്ട് വരുന്നു എന്നാണ്. ലൂസിഫർ തന്നെയാണ് ജീസസ്. മേരിയിൽ നടക്കുന്നത് ജീസസ് അല്ലേ? ഗബ്രിയേൽ വന്നിട്ട് മേരിനോട് പറയണത് ജീസസ് പേരിടണം എന്നല്ലേ? അപ്പൊ ഗബ്രിയേലായി വന്നതാണ് ഗബ്രിയേൽ, ഇവന്റെ കിങ്കരൻ. ആ പാതാളത്തിൽ പതിച്ച 11 കോടിയില് ഒരു സെറ്റിന്റെ കിങ്കരൻ ലിസ്റ്റിലൊരാളാണ് ഗബ്രിയേൽ, വേറൊരാൾ മൈക്കിളാണ്. ഈ രണ്ടുപേര് ഈ ബൈബിളിൽ വരുന്നുണ്ട്. അവർക്ക് ഫങ്ഷൻസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. മൈക്കിള് ഇവൻ ആണുങ്ങളെ പിടിച്ചു കൊടുക്കണവനാണ്. ഗബ്രിയേല് ഇവന് പെണ്ണുങ്ങളെ പിടിച്ചു കൊടുക്കണതാണ്. മൈക്കിളാണ് മോസസിന്റെ ബോഡിയായിട്ട് ബൈബിൾ ബുക്ക് അവസാനിക്കുമ്പോൾ നരകത്തിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ ബീൽസിബോബ് അത് അറസ്റ്റ് ചെയ്യും, അതായത് അസുഖൻ. അപ്പോൾ മൈക്കിള് പറയണത്, ഞാൻ നിന്നെ ശകാരിക്കുന്നില്ല, എൻ്റെ മേധാവി വന്നിട്ട് നിന്നെ അവിടെ കണക്ക് വെക്കും. അത് പറയണമല്ലാതെ സംഭവിച്ചില്ല, അതോടെ ബൈബിൾ അവസാനിച്ചു. അപ്പൊ മേധാവി എവിടെയാണ്? ഈ ടെറിട്ടറിയിലാണ്. ഇത്തരത്തിലുള്ളൊരു ചിന്ത വരാനുള്ള കാരണം എന്താണ്? പുസ്തകത്തിന് മുമ്പ് ആ ചിന്തയുണ്ട്. ബട്ട് ലൂസിഫർ ആണ് ജീസസ് എന്ന ആ ഒരു കൺക്ലൂഷൻ മൈൻഡിൽ ഒരു പ്രത്യേക ഫോഴ്സ് വന്നിട്ടാണ് ഉണ്ടായത്. ആ ഫോഴ്സ് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ആ 3 വാക്ക് കാണുക. അത് എനിക്ക് സംസ്കൃതം പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് ആദ്യം എനിക്കതിൻ്റെ മീനിങ് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു എന്നതാണെന്ന് ആദ്യം എനിക്ക് പിടിയിട്ടില്ല. ബട്ട് ഈ രക്ഷ ഉണ്ടതിൽ, അതുകൊണ്ട് രക്ഷയാണ് ഈ ക്രിസ്ത്യാനിമയത്തിലെ റിഡംഷൻ. അപ്പോൾ അങ്ങനെ അതെനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത്. അപ്പോ 2 റെഡീമറായി. ഇതിൽ പറയുന്നത് ധർമ്മമാണ് രക്ഷകൻ എന്നാണ്. ഇവിടെ ജീസസ് ക്ലെയിം ചെയ്യുന്നത് ജീസസ് ആണ് രക്ഷകൻ എന്നാണ്, അത് ഏക രക്ഷകൻ എന്നാണ്. പക്ഷെ ഇവിടെ 2 എണ്ണമായല്ലോ. 2ഉം സ്ക്രിപ്ചറാണ്, അല്ലാതെ ലിറ്റററി വർക്കല്ല ഈ ധർമ്മോ രക്ഷതി. അപ്പോ ഇതിൽ ഒരെണ്ണം തീർച്ചയാണ്,
വ്യാജം, ഡിസെപ്ഷനാണ്, വ്യാജമാണ്. ഇത് രണ്ടും കൂടെ ശരിയാവൂല. അത് അപ്പൊ അങ്ങനെ ആ പോയിന്റ് വന്നതിന് ശേഷം ഞാൻ ഇത്രയും കാലമായിട്ടും ഈ ധർമ്മരക്ഷതയെ ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ ആക്സിഡന്റൽ റീസൺസ് കൊണ്ട് ഈ ബൈബിളിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അത് കുറേ കാലം എടുത്ത് ഞാൻ കരുതിക്കുട്ടി ഒന്നും തെളിയിക്കാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ അതില്ല. ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ പുറത്തുനിന്ന് വരണം. ഇവിടെ ഒരു വാക്ക് കേട്ട് ബൈബിളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴല്ല, ഇതിനെപ്പറ്റി സംസാരിക്കല്ല, ഇത് ചെകുത്താൻ്റെ പുസ്തകമാണെന്നാണ് തോന്നുന്നത് ആദ്യം ആയിട്ട് കേട്ട്. അപ്പം അന്ന് രാത്രി ഞാൻ അയാൾ പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അയാൾക്ക് വേണ്ടി ഈ ബുക്കെടുത്ത് നോക്കി രാത്രി. അപ്പോ ഇത് ചെകുത്താന്റെ അപ്പുറം പരമപിശാചിന്റെ ആണെന്ന് മനസ്സിലായി. നിസ്സാരമായിട്ട് എനിക്ക് മനസ്സിലായി. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയമായ ദൈവശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ലിയോ പനക്കലിന്റെ നിഗമനങ്ങളുടെ ആകരങ്ങൾ വേദപുസ്തകം തന്നെയാകുന്നു. ബൈബിളിന്റെ വിവിധ ഭാഷാ പതിപ്പുകളുടെ നിരുക്തപരമായ അന്വേഷണവും വിശകലനവുമാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ രീതിശാസ്ത്രം. ഫോർട്ട് കൊച്ചിയിൽ ചിരട്ടപ്പാലത്ത് EJ ആന്റണി ജൂലിയ ദമ്പതികളുടെ 10 മക്കളിൽ മൂന്നാമനായിരുന്ന ലിയോ കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം നാടുവിട്ടു. ദില്ലിയിലെത്തി. പത്രപ്രവർത്തകനായി. റോയിട്ടറിന്റെ വിദേശ ലേഖകനായിരുന്നു അദ്ദേഹം ദീർഘകാലം. ദൈവശാസ്ത്ര സംബന്ധമായ തന്റെ അന്വേഷണ നിഗമനങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി ഇൻസൈറ്റ് എന്നൊരു അനിയതകാലികമായ പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്യുന്നു ഇപ്പോൾ. ഞാൻ BA പാസ്സായിരുന്നു. അത് ഈ ആൽബർട്ട്സിൽ തന്നെ എക്കണോമിക്സ്. അത് 1958-ലോ 58-ലോ. ജോലി എന്തായിരുന്നു? ജോലി ഫോറിൻ കറസ്പോണ്ടന്റ്. ഡൽഹിയിൽ ഒരു ടെസ്റ്റ് എഴുതാൻ പോയി. ഈ 59-ലോ 60-ലോ ആയി. അതെ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ പത്രത്തിൽ പരസ്യം കണ്ട് ഫോറിൻ കറസ്പോണ്ടന്റിന് ഒരു കീൻ യങ് റിപ്പോർട്ടർ വേണമെന്ന്. അപ്പം ഞാൻ അത് ബോക്സ് അഡ്രസ് ആയിരുന്നു. അപ്പം അതിൽ അപ്ലൈ ചെയ്തു. 2 ദിവസം കഴിയും, പിറ്റേ ദിവസം വൈകുന്നേരം പിന്നെ മറുപടി വന്നു. അപ്പോൾ നോക്കുമ്പോൾ റോയിട്ടേഴ്സാ, സിഡ്നി വീലൻഡ് ഇന്റർവ്യൂവിന് വിളിച്ചേക്കുക. അങ്ങനെ അവിടെ പോയി. അപ്പം തന്നെ അയാൾ എന്നെ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇയാളുടെ പരസ്യത്തിൽ അസിസ്റ്റന്റിന് വേണമെന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്നെ കറസ്പോണ്ടന്റ് തന്നെ ആക്കി. എൻ്റെ പേരിൽ മുഴുവൻ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പ്ലസ് സാധാരണ സ്പോട്ട് ന്യൂസ് എന്നാണ് പറയുന്നത്, അത് പേരില്ലാതെ ഫീച്ചേഴ്സ് പേരോടുകൂടി. അങ്ങനെ എല്ലാ മുഴുവൻ ഇറാഖിലൊക്കെ വന്നിട്ടുണ്ട്, ഇറാഖ് ടൈംസിലൊക്കെ വന്നിട്ടുണ്ട്. സാർ ഇറാഖിൽ ജോലി ചെയ്തിരുന്നോ? ഇല്ല. എവിടേക്കായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഇത് ഡൽഹിയിലായിരുന്നു. വിദേശത്തുണ്ടായിരുന്നോ? വിദേശത്ത് ഇപ്പോ കൊല്ലത്തിന് മുമ്പ് സ്വിറ്റ്സർലൻഡിൽ പോയി. ഈ വിനോദ് കുമാർ എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി. അവിടുത്തെ റിസർച്ചാണ് ഇന്നലെ കാണിച്ച ബുക്സൊക്കെ. തൊഴിലിൽ നിന്ന് വിരമിക്കുകയും സ്വദേശത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തതിനു ശേഷം ജീവിതത്തിന്റെ മുഴുവൻ സമയവും ബൈബിൾ ഗവേഷണത്തിലായിരുന്നു ലിയോ പനക്കൽ. റഫറൻസ് ഗ്രന്ഥങ്ങളുടെയും കയ്യെഴുത്ത് പുസ്തകങ്ങളുടെയും നടുവിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും. 74 വയസ്സായ ലിയോവിന്റെ ചലനക്ഷമതയും കർമ്മവേഗതയും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഏറെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മതവിഷയങ്ങളിൽ പള്ളിയും കുടുംബാന്തരീക്ഷവും പുലർത്തിയ യാഥാസ്ഥിതികമായ കാർക്കശ്യങ്ങൾ ചെറുപ്പത്തിലെ അതിനെതിരെ ചിന്തിക്കാൻ ലിയോവിനെ പ്രേരിപ്പിച്ചു. പോകെ പോകെ സെമൈറ്റിക് മതങ്ങളിൽ സഹജമായ സ്നേഹരഹിതമായ ദൈവസങ്കല്പത്തിന്റെ അടിസ്ഥാനം
പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഭാരതീയ ദൈവസങ്കല്പം ഇതോടൊപ്പം അദ്ദേഹത്തെ ആകർഷിക്കുകയും ചെയ്തു. ഇപ്പോൾ മുഴുവൻ സമയവും ഈ ബൈബിളിലത്തെ ഇത്തരം വ്യാഖ്യാനങ്ങളിലാണ് അത് അടിസ്ഥാനം അതാണ്. ബട്ട് മുഴുവൻ എല്ലാ സമയവും ഇതും പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ നിന്ന് റീറൈറ്റ് ചെയ്യണത് പ്രമാണിച്ച് രണ്ടാമതും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അതർവൈസ് എനിക്ക് തോന്നുന്നില്ല. ടി വി ഒക്കെ കണ്ട് സമയം പത്രം വായിച്ചിരിക്കും. ടി വിയിൽ ഈ സീരിയല് പുറത്ത് പോയിട്ടോ കഥ ഒന്നുമില്ല കഥയില്ലായ്മ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. സാറ് ചെറുപ്പത്തില് പള്ളിയിലൊക്കെ പോകുമായിരുന്നു? പിന്നെ പോവില്ലേ? അത് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പട്ടിണിയല്ലേ. പിന്നെ വേറെ പണിഷ്മെന്റ്. അന്നൊക്കെ കോർപ്പോറിയൽ പണിഷ്മെന്റ് ആണ്, അടിയാണ്. എന്തുകൊണ്ട് പത്തല് കൊണ്ടിട്ടൊക്കെ. ഓ, ദുഷ്ടന്മാരായിരുന്നു അന്നത്തെ പേരൻസ്. എല്ലാവരും അല്ല, ഹിന്ദുക്കളല്ല, ഈ ഇതുങ്ങള്. ഓ, എന്റെ കാലും കൈയൊക്കെ പഴുത്ത് ചീഞ്ഞിട്ടുണ്ട് അടി കൊണ്ടിട്ട്. പള്ളി പോകാത്തോ? അതുപോലത്തെ വേറെ പലതും. ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ പോയാൽ അപ്പൊ എന്ത് ചെയ്യും? കുട്ടികളല്ലേ. ഓ, ഞാനതല്ലേ ഇവിടെ എന്റെ മകന്റെ മകനെ തൊടാൻ സമ്മതിക്കില്ല ഇവരെ കൊണ്ട്. ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവും. ഇവിടെ യാതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാ? അതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഞങ്ങള് അതിന് പൈസ ചെലവാക്കാൻ തോന്നുന്നില്ല. ആ പൈസ കൊണ്ട് ഒരു ചായ വാങ്ങിച്ചു കുടിക്കാന്ന് വരും. അതാ ബെറ്റർ. നിരീശ്വരവാദത്തെ എങ്ങനെയാ കാണുന്നത്? എന്താണ് അവർ പറയുന്നത്? ഈശ്വരൻ ഇല്ലെന്നാണോ? തെറ്റല്ലേ? തെറ്റാണ്. ഗോഡ് ഇല്ല എന്ന് പറയണം. നിർദൈവവാദമാക്കണം. ഈശ്വരൻ എന്താണ്? ഐശ്വര്യമുള്ളവൻ. ശ്രീകണ്ഠേശൻ നോക്ക് ഡെഫിനേഷൻ. 2 ഡെഫിനേഷൻ. ഒന്ന് ശിവൻ, പിന്നൊന്ന് ഐശ്വര്യമുള്ളവൻ. ഐശ്വര്യം എന്നാൽ ഗുഡ്നസ് ഉള്ള ഏതൊരുത്തരും ഈശ്വരനാണ്. അതല്ലേ ഹിന്ദുക്കള് ഈ കാലു തൊട്ട് വണങ്ങണണ്ട. ഈ ഓരോ സമയത്തെ ഓരോരുത്തരെ പ്രായമുള്ള ആൾക്കാരെ കാണും. യുക്തിവാദികളൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്നോ? എനിക്ക് അവരൊക്കെ ആയിട്ട് ഇടപെടാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടില്ല, അങ്ങോട്ട് പോയി ഇടപെടില്ല. പ്രപ്പകാൻഡ ഇല്ല. അപ്പൊ ഇങ്ങോട്ട് വരണം. അനാദിയായ ഒരു പ്രപഞ്ച സങ്കല്പമാണ് ലിയോ പനക്കൽ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദി പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണം അസത്യമാണ് എന്ന് അദ്ദേഹം കരുതുന്നു. സ്നേഹസ്വരൂപനല്ല ബൈബിളിലെ ദൈവം. ക്രോധത്തിന്റെയും പകയുടെയും പിതൃബിംബമാണ്. ഏദനിൽ ആദിപിതാക്കൾ ശിക്ഷിക്കപ്പെടുന്നത് അവർ ജ്ഞാനത്തെ സ്പർശിക്കുന്നതുകൊണ്ടാണ്. ഭാരതീയ ചിന്തയിൽ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിയാണ് ദൈവസാക്ഷാത്കാരം. ആബേലിന്റെയും കായിന്റെയും കഥയിലും ഭൂമിയിലെ ആദ്യത്തെ ഭ്രാതൃഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന സ്നേഹരഹിതനായ ദൈവമുണ്ട്. ഇത് യഥാർത്ഥ ദൈവമല്ല, പിശാചായ ലൂസിഫറിന്റെ പ്രകാശനമാണ്. ബൈബിളിന്റെ തുടക്കത്തില് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാർ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടിയെ കുറിച്ച്? ആദിയില്ല, ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല. അത് തന്നെയാണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ആദി ഇല്ല, ബിഗിനിങ് ഇല്ലാതാവുമ്പോൾ ആദി ഇല്ല. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഭയങ്കര നുണയാണ്. സാറ് പറയുന്നത് അപ്പൊ ഈ ബൈബിൾ ലൂസിഫറിന്റെ സെൽഫ് എക്സ്പ്രഷൻ, അവന്റെ സ്വയം പ്രഖ്യാപനം, സ്വയം ആവിഷ്കരണം. ഇത്തരത്തിലുള്ള ചിന്തകളെ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കലിയുഗല്ലേ. പക്ഷെ ഈ ചിന്തയായിട്ട് ഞാൻ ഇറങ്ങി നടക്കില്ല. അത് എന്റെ ഒരു രീതി അല്ല. അതാ. അപ്പൊ എങ്ങനെയാണ് താങ്കളുടെ ഈ ആശയം മറ്റുള്ളവർ അറിയുന്നത്? അത് ഏതെങ്കിലും ഒരു
ഒരു ബർത്ത് ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്ന ഒരാൾ. സാർക്ക് റിബലിനെ കുറിച്ച് പറയുന്നത് റിബലാണ്. സാറ് റിബലാണ് ആവണമല്ലോ. അല്ലാതെ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ഞാൻ റിബലാ. ഒരു റെബലിന്റെ സ്ഫോടകമായ കണ്ടെത്തലുകളാണ് ലിയോ പനക്കലിന്റെ കീ ടു ദി ബൈബിൾ, ക്രിസ്തീയതയെക്കുറിച്ചുള്ള വിധിപ്രസ്താവം തുടങ്ങിയ കൃതികൾ. പുരാമാതൃസങ്കല്പ പരമ്പര ഇന്ത്യൻ ജ്ഞാനവ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണമാണ്. താങ്കൾ ഈ ശിവന്റെ ഡിവോട്ടിയാണോ? ശിവന്റെ ഡിവോട്ടിയാണോ? ഏയ്, ഇത് ക്വസ്റ്റൻ ഓഫ് നോയിങ് ആണ്, നോട്ട് വെർഷിപ്പിംഗ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ 2 പുസ്തകത്തില് ഈ അർദ്ധനാരീശ്വരനെ കാണുന്നുണ്ട്. ദ കീ ടു ദ ബൈബിൾ, ദ ജഡ്ജ്മെന്റ് ഓൺ ക്രിസ്ത്യാനിറ്റി. ഈ രണ്ടിലും ഇതാണ് കാണുന്നത്, അർദ്ധനാരീശ്വരന്റെ ഫോട്ടോസ് ആണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? അത് ഫീമെയിലാണ് അൾട്ടിമേറ്റ് ഗുഡ്നെസ് എന്ന് കാണിക്കുന്ന പിക്ചറാണ്. കേട്ടാ, അർദ്ധനാരീശ്വരനാവുകയാണ്. ഗ്രാമർ റൂൾ അനുസരിച്ച് അർദ്ധനാരീശ്വരിയാകണം. അപ്പൊ ഫീമെയിൽ ഡിസോൾവ് ആയി പോവുകയാണ്. വൈ? ഗുഡ്നെസ് കൊണ്ടിട്ട് ക്രിസ്ത്യാനി വേദത്തില് ഫീമെയിൽ സകല തിന്മയും ഫീമെയിലിൽ നിന്ന്, അതല്ലേ ക്രിസ്ത്യാനി വേദം. സ്ത്രീയെ പാപത്തിന്റെയും തിന്മകളുടെയും പ്രഭവമായി കാണുന്ന ക്രിസ്തുമതത്തിന് സ്നേഹനിർഭരമായ ഒരു കുടുംബസങ്കല്പം പുലർത്തുക സാധ്യമല്ല. തിരുകുടുംബം വഞ്ചകമായ ഒരു പ്രതിനിധാനമാണ്. ജോസഫിന്റെയും മറിയത്തിന്റെയും അജൈവ സന്തതിക്ക് വികാരവും വേദനയും ഉണ്ടാവാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളും വേദനയും ഒരതിശയോക്തിയാണ്. ക്രൂശാരോഹണവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിന് കൽപ്പിച്ചു കൊടുക്കുന്ന സഹനത്തിന്റെയും ശത്രുക്കളോടുള്ള ദയാവായ്പിന്റെയും ചിത്രങ്ങൾ പോലും അയഥാർത്ഥമാണ്. കുരിശിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളോ കാവ്യാത്മകമായ വെറും ഉദ്ധരണികളും. കുരിശുമരണത്തിൽ അവൻ ഡേവിഡ് എന്ന് പറഞ്ഞ അവരുടെ ഒരു പോയറ്റാണ്. ആ പോയറ്റിന്റെ വരികളും കോട്ട് ചെയ്യുകയല്ലേ. അതിന്റെ അർത്ഥം മെമ്മറി വെറുക്കേണ്ടെന്ന മരണമൊഴിയിൽ. അതിന്റെ അർത്ഥം കള്ള മരണമൊഴിയാ. പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയില്ല എന്ന് പറയുന്നത് ഡേവിഡ് നേരത്തെ എഴുതി വെച്ച ഒരു പോയം തുടങ്ങുന്ന വാക്കുകളാണ്. അത് ഇവൻ ഓർത്തു വെച്ച് ചാവാൻ നേരത്തെ അത് പറഞ്ഞ് പറ്റിക്കാം. അതിന്റെ അർത്ഥം മെമ്മറി വെറുക്കുകയാണ്. അതേപ്പറ്റി എനിക്കറിയാം. മുഴുവൻ കള്ളത്തരം. ഞാൻ കുറെ നേരം എനിക്ക് കിട്ടിയിട്ട് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. പാഷന് എങ്ങനെ? അവന് വേദന ഇല്ലല്ലോ. വേദന അച്ഛനും അമ്മയുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അത് സയൻസാണ്. അത് ബ്രെയിനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് ഫാദറും മദറും വേണം. ഇവൻ ഫാദർ ലെസ് അല്ലേ. ഇത് ഫാദർ ലെസ് എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന അച്ഛനില്ല എന്ന് മാത്രം അല്ല ഇവിടെ പറയണത്. ആ സാധനം ഇല്ല. അതല്ലേ അവന് പൊക്കിളിൽ. യൗവനം വാർദ്ധകത്തിന് അരങ്ങൊഴിഞ്ഞപ്പോഴും ഭർത്താവും പിതാവും പിതാമഹനുമായപ്പോഴും ലിയോ പനക്കലിന്റെ കലാപചിന്തകൾക്ക് ശക്തി കൂടിയതേയുള്ളൂ. ക്രിസ്തീയ ചിന്തയിലെ ദൈവരാജ്യം യഥാർത്ഥത്തിൽ ലൂസിഫറിന്റെ നിത്യനരകമാണെന്ന് ബൈബിളിലെ ഉൾത്തെളിവുകൾ വെച്ച് അദ്ദേഹം ഇപ്പോഴും സ്ഥാപിക്കുന്നു. കുടുംബാംഗങ്ങൾ ഈ സ്നേഹസമ്പന്നന്റെ മതവിരുദ്ധ വിവേകത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു 18 വയസ്സുള്ള കാലത്തിലാണ് അദ്ദേഹം എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, ജീസസ് പരമപിശാചാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ആദ്യം ആർക്കും ഇവിടെ വീട്ടിലാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് ബൈബിളിൽ നിന്ന് തന്നെ അതിന് തെളിവ് നിരത്തിയപ്പം
അത് അംഗീകരിക്കുകയുണ്ടായത്. വീട്ടിലെല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. വീട്ടില് ജീസസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അച്ഛനെ മകനെതിരായും മകനെ അച്ഛനെതിരായും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നേരത്തെ വായിച്ചല്ലോ മാത്യു മത്തായിയുടെ പുസ്തകത്തിൽ 10:34 വാക്യം പറയുന്നത്. അപ്പൊ അതനുസരിച്ച് പ്രശ്നങ്ങളുണ്ട്. ജീസസ് ഏതെങ്കിലും ഒരു വീട്ടിൽ കടന്നുകൂടിയാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ ജീസസ് തന്നെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന സമാധാനം സ്ഥാപിക്കാനല്ല, മറിച്ച് ഭിന്നിപ്പ് ഉണ്ടാക്കുവാനാണ്. അച്ഛനും മകനുമായിട്ട് ഭിന്നിപ്പ്, മകളും അമ്മയുമായിട്ട് ഭിന്നിപ്പ്, അങ്ങനെയാണല്ലോ നേരത്തെ വായിച്ചത്. അപ്പം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം പിന്നെ ജീസസിനെ നമ്മൾ രക്ഷകൻ എന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ. റിയാക്ഷൻ എന്തായിരിക്കും? അന്തിക്രിസ്തു വന്നു എന്ന് പറയും. അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഇവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്തിക്രിസ്തു വരുമെന്ന്. അന്തിക്രിസ്തു ആണിത് പറയുന്നതെന്ന് പറയും, അല്ലേ? യാതൊരു തർക്കവും വേണ്ട കാര്യത്തിൽ. അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് എന്റെ അച്ഛൻ തന്നെയാണ്. ബട്ട് ആന്റി ലൂസിഫർ എന്ന് തിരുത്തണം. ക്രൈസ്റ്റ് എന്ന് പറയണത് പ്രോപ്പർ നെയിം അല്ല, അത് കള്ളപ്പേര് പാപ്പാവായിട്ട് ആഡ് ചെയ്തതാ. ഗ്രീക്ക് ഭാഷയില ഒരു ഡിക്ഷണറി പദമാണത്, അല്ലാതെ ഒരു നാമമല്ല. ഇവന്റെ പേര് ജീസസ് എന്നാ. ജീസസ് ഇസ് ഈക്വൽ ടു ലൂസിഫർ. ആന്റി ക്രൈസ്റ്റ് ആന്റി ലൂസിഫർ. അപ്പൊ ഓക്കെ ഇല്ലേ? ആന്റി ലൂസിഫർ.